യേശുവെ സ്വസ്ത്ര, യേശുവെ നന്ദി. അമ്മേ, ഈ ആലയത്തിലേക്ക് ഞങ്ങളെ കടന്നു വരാൻ അനുവദിച്ചതിനും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ നിർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. 2018 എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തത്. അത് കോവിഡൊക്കെ വന്ന ആ ടൈമിൽ മുടങ്ങിപ്പോയായിരുന്നു. ഞാൻ 2023 ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഉടമ്പടി എടുത്തു. എൻ്റെ പേര് ഷൈനി മാർട്ടിൻ, ഹസ്ബൻഡിൻ്റെ പേര് മാർട്ടിൻ. ഞങ്ങൾ പായിപ്പാട് ഹരിപ്പാടുള്ളതാണ്. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചിരുന്ന ഒരുപാട് ഞങ്ങൾ ഒരു ബേക്കറി നടത്തിയിരുന്നു. ബേക്കറി മൊത്തം പൊട്ടി, കടബാധ്യതയാൽ ഞങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. താമസിച്ചിരുന്ന വീടും പറമ്പും ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. അതിൻ്റെ അഡ്വാൻസ് വാങ്ങിയ ആ പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ലോൺ ഉണ്ടായിരുന്നു, ജപ്തി ഭീഷണിയായി. അങ്ങനെ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഒരു മുറിയിൽ താമസിച്ച് കടക്കാരെ കൊണ്ട് ഭയപ്പെട്ട് അവരുടെ മുമ്പിലേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ആ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട് ഒരു ഹോസ്പിറ്റലിനാണ് വാടക കൊടുത്തത്. എന്നിട്ട് ഇവിടെ വന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഉടമ്പടി എടുത്ത നിയോഗം വെച്ച് ആദ്യത്തെ നിയോഗമായിരുന്ന അമ്മേ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മക്കൾ പഠനത്തിനായിട്ട് പുറത്തായിരിക്കും. അവർ ലീവിന് വരുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മേ, താമസിക്കാനുള്ള വീട് തിരിച്ചെടുക്കുവാനായിട്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. 2024 അവർക്ക് കൊടുക്കാനുള്ള പൈസ, അഡ്വാൻസ് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ജോലിയോ മറ്റ് മാർഗങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അമ്മ ഞങ്ങളെ ആ വീട് തിരിച്ച് ഞങ്ങളെ നൽകി അനുഗ്രഹിച്ചത്. അതേപോലെ ജപ്തി വന്നു. ഇവിടെ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ജപ്തി ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. ഈ 2025 ഡിസംബറിൽ അതിൻ്റെ പൈസ കൊടുത്ത് ജപ്തിയിൽ നിന്ന് വീട് ഒഴിവായി. ആധാരം ഞങ്ങൾക്ക് തിരിച്ച് ഈശോ നൽകി അനുഗ്രഹിച്ചു. അതിന് ഈശോയ്ക്കും നന്ദി, അമ്മ മാതാവിനും നന്ദി. അതേപോലെ ഞാൻ വർഷങ്ങൾ കൊണ്ട് തളർന്നു പോയ അവസ്ഥയായിരുന്നു. കോളറിട്ടുകൊണ്ടാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരുന്നത്. എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കോളറില്ലാതെ നടക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടപ്പോഴും ഞാനും കൂടെ കയറി. പക്ഷേ അച്ഛനോട് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ കോളറിൻ്റെ കാര്യം, എൻ്റെ പെടൽ അച്ഛനോട് പറയണം. ആ ആവശ്യം ഞാൻ ഈശോയുടെ അടുത്ത് പറയാൻ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ അച്ഛൻ വന്ന് കയ്യോ പ്രാർത്ഥന വന്നപ്പോഴേക്കും ഞാൻ അത് മറന്നുപോയി. എന്നാലും എൻ്റെ ഈശോ, അച്ഛൻ ആ സമയം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഈശോ, ഞാൻ തൈലം പുരട്ടുമായിരുന്നു, ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 1 മാസമായിട്ട് എൻ്റെ കഴുത്തിൽ കോളറില്ലാതെയാണ് എല്ലാ ജോലിയും ചെയ്യും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെയായിട്ടും അനുഭവപ്പെടുന്നില്ല. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടത്തോളം വന്നതും കോളറില്ലാതെ അങ്ങനെ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യും. ഓരോ വ്യക്തികളെയും കണ്ട് അവരോട് വചനം പറയാനും അവരെ കാണാനും ഒക്കെ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പോൾ ഞങ്ങൾക്ക് കോളറൊന്നും ഇല്ലാതെ ഈശോ അതിന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതേപോലെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഞങ്ങളുടെ ബേക്കറി ആയിരുന്നു, ബേക്കറി നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കടകൾക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. ആ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ അന്ന് ഞാനും എൻ്റെ അമ്മ, 92 വയസ്സുള്ള എൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. ആ എണ്ണ എൻ്റെ കയ്യിലേക്ക് മറിഞ്ഞു വീണ് മൊത്തത്തിൽ എൻ്റെ കൈ പൊള്ളി. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, അമ്മ, എനിക്ക് ആശുപത്രി പോകാൻ യാതൊരു മാർഗ്ഗവും ഇല്ല, എനിക്ക് ഷുഗർ ഉള്ളതാണ്, അമ്മേ കാത്തുകൊള്ളണേന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം കയ്യിലൊഴിച്ചു. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിൽ യാതൊരു പൊള്ളലും ഇല്ലാതെ അമ്മ എൻ്റെ കൈ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഒരു ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, അതിനുവേണ്ടി യാതൊരു മരുന്നും കഴിച്ചില്ല. അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി. അതേപോലെ ഈശോ ഞങ്ങൾക്ക് ഇവിടെ ഉടമ്പടി നിയമം വെച്ചിരുന്നു, ഉപജീവനത്തിനായിട്ട് ഒരു വാഹനം നൽകി അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ ഇച്ചായൻ വണ്ടി ഓടിക്കുക, അങ്ങനെ ഒരു വാഹനം നൽകി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ ഞങ്ങൾക്ക് 8 സീറ്റുള്ള ഒരു വാഹനം തന്നെ നൽകി അനുഗ്രഹിച്ചു. കുർബാനയ്ക്ക് പോകാൻ കടികളുണ്ടാക്കുന്ന
അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ നിത്യപൂജ കുർബാനയ്ക്ക് പോകാനായിട്ട് വളരെ തടസ്സമായിരുന്നു. രാവിലെ എല്ലാ കടകളിലും നേരത്തെ സാധനങ്ങൾ എത്തിക്കണം. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി വിഷയത്തിലേക്ക് വന്നു. ഈശോയെ അവിടുത്തെ ആണല്ലോ ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോയെ അവിടത്തെ കൂടാതെ ഞങ്ങൾ എന്ത് നേടിയാലും ഞങ്ങൾക്ക് എന്താണ് ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഈശോ വാഹനത്തിന് ഓട്ടം നൽകി. അപ്പോൾ ഞങ്ങൾ ഈ കട കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ആ കടികളുണ്ടാക്കുന്നത് ഉപേക്ഷിച്ചു. ആ ബിസിനസ് അതിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒരു സർവത്തിൻ്റെ അതാവുമ്പോൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കും മറ്റ് യാതൊരു തടസ്സം എവിടെ പോകാനും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. കൃപാസനം പത്രം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ, വീടുകൾ, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ എവിടെയൊക്കെ ഞങ്ങൾക്ക് പോയി കൊടുക്കാം. ഈശോ ഞങ്ങളെ തന്നെ കൊണ്ടുപോയാണ്. ഞങ്ങൾ കൊടുക്കേണ്ട ആൾക്കാരെ ഈശോ തന്നെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഓരോരുത്തരിലും കൊടുക്കും. വീട്ടിൽ വരുമ്പോഴേക്കും ഈശോയെ ഞങ്ങൾ പത്രം കൊടുത്ത ഓരോ മക്കളുടെയും ഓരോ ആവശ്യങ്ങൾ ഈശോയെ അവിടെ നിന്ന് കരുണയയക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കുന്നതും. വീട്ടിലായിരിക്കുമ്പോഴും എപ്പോഴും കൊടുക്കുന്ന മക്കൾക്കും ഞങ്ങൾ സംസാരിക്കുന്ന മക്കളെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഈശോയെ അവരുടെ മേൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഞങ്ങളെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ പിന്നെ കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ ഓരോ അനാഥാലയങ്ങളിൽ ഞങ്ങൾ സന്ദർശിക്കുക. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അതേപോലെ ദാഹമായിട്ട് വരുന്ന ആൾക്കാർ, ഭിക്ഷയ്ക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കുടിക്കാനും ഭക്ഷണവും അങ്ങനെയൊക്കെ കൊടുക്കും. ഈശോ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എനിക്കിത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാലും മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത്. അച്ഛൻ്റെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞങ്ങൾ 2 പേരും പങ്കെടുക്കും. മക്കൾക്ക് അത് ഓൺലൈൻ അയച്ചു കൊടുക്കും. എല്ലാവർക്കും ഞങ്ങൾക്ക് പരിചയമുള്ള വാട്സാപ്പിലൂടെ എല്ലാ മക്കൾക്കും പരിചയക്കാർക്കൊക്കെ അയച്ച് കൊടുക്കും. എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഓൺലൈനിലൂടെ എല്ലാവർക്കും പങ്കുവെക്കും. പിന്നെ ഇനിയുള്ള ജീവിതം മുഴുവൻ നിത്യതയിൽ എത്തുവോളം ഈശോയെ അവിടുത്തെ ഉടമ്പടിയിൽ ജീവിക്കാനും ഉടമ്പടിയിൽ വളരുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓരോ നിമിഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടുത്തെ പരിശുദ്ധാത്മാവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനും അവിടുത്തെ പരിശുദ്ധ മാതാവിനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ നിമിഷം വരെ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും പിതാവേ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നു. 145 സങ്കീർത്തനം 18 തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഷൈനി മാർട്ടിൻ എന്ന അവരുടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റു പറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം, ജീവിത സങ്കടങ്ങൾ, തകർച്ചകൾ, വേവലാതികളെല്ലാം വളരെയധികം ലഘൂകരിച്ച് അവരുടെ ഒപ്പം നടന്ന വലിയ സാക്ഷ്യമാണിത്. മാർട്ടിൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഇവരുടെ ഈശോയോടുള്ള സ്നേഹം, ഈശോയോടുള്ള നന്ദി ഒരു തവണ സാക്ഷ്യമേറ്റു പറഞ്ഞതാണ്. ഇവർക്ക് ജപ്തി വന്ന് വീട് ഒഴിഞ്ഞു പോകണം എന്നുള്ള, കട ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു വലിയ സാമ്പത്തിക തടസ്സത്തിൽ, സാമ്പത്തിക സങ്കടത്തിൽ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്നും കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. വളരെ സങ്കടത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ ഒരു മുറിയിലേക്ക്, ഒരു വലിയ വീട്ടിൽ നിന്നൊരു മുറിയിലേക്ക് ജീവിതം ഒതുക്കി കൂട്ടാൻ അവർക്ക് ഒരു സാധ്യതയുണ്ടായി. അവിടെ നിന്ന് ഈശോ കരം പിടിച്ചുയർത്തിയതിൻ്റെ വലിയ നന്ദി പ്രകാശനമാണ് അവരിവിടെ ചെയ്തത്. ജപ്തിയിൽ നിന്നുള്ള ഒരു വലിയ മോചനം അവർക്ക് ലഭിച്ചു. അവരുടെ ബിസിനസ്സിൽ അവർക്കൊരു ബേക്കറി ആയിരുന്നു. ആ ബേക്കറി അവർ നിർത്താൻ പിന്നെ പ്ലാൻ ചെയ്തത് അവർക്ക് ദിവ്യബലിയിൽ പങ്കുചേരാനുള്ള സാധ്യത കുറയും, അല്ലെങ്കിൽ അവിടെ പോകാനുള്ള സമയം അവർക്ക് ലഭിക്കില്ല എന്ന് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവർക്കൊരു മറ്റൊരു ഓപ്ഷൻ കൊടുത്തതാണ്. 8 സീറ്റുള്ള ഒരു വണ്ടി നൽകി അത് വാടകയ്ക്ക് ഓടുന്നതിനുള്ള സൗകര്യങ്ങൾ നൽകി അവരെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിന് വലിയൊരു കോസിന് വേണ്ടി അവരൊന്ന് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഈശോ അവർക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. മറ്റൊരു ബിസിനസ് നൽകി അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ ഏതൊരവസ്ഥയിലും
ഈശോ ആണ് നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് ഈശോ ആണെങ്കിൽ അതെപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷനിലായിരിക്കും ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമുക്ക് എത്ര തന്നെ നമ്മുടെ ഇവർ കിടപ്പാടം വാടകയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഒരു കുഞ്ഞു മുറിയിൽ അവരും കുടുംബവും ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത്. ഈ കണ്ണുനീരെല്ലാം ഈശോ കുപ്പിയിൽ ശേഖരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ എഴുതിയിരിക്കുന്നു, നിൻ്റെ തലമുടി നാര് പോലും കൊഴിയുന്നത് ഞാൻ അറിയുന്നുവെന്ന് അരുളി ചെയ്തിട്ടുള്ള ഈശോ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈ ഉടമ്പടിയിൽ നമ്മുടെ ആ എഗ്രിമെൻ്റ് എത്രത്തോളം തീക്ഷ്ണമാണ്, എത്രത്തോളം തീവ്രതയുള്ളതാണോ അത്രത്തോളം സ്നേഹത്തിലൂടെ നമ്മെ കൊണ്ടു നടക്കും. ഇന്ന് ഇവരുടെ ഏറ്റവും വലിയ ഓപ്ഷൻ ഈശോ ആണ്. പരിശുദ്ധ അമ്മയാണ് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. നമ്മുടെ എത്ര തന്നെ സങ്കടമുള്ള കാര്യങ്ങളായാലും എത്ര തന്നെ ഭാരപ്പെട്ട അവസ്ഥകളായാലും ഈ അമ്മയ്ക്ക് സമയം ചുരുക്കി നൽകാനായി അല്ലെങ്കിൽ സമയം ആക്കുവാനായി, സമയം മുന്നോട്ട് വയ്ക്കാനായി, ഈശോയോട് പറയുവാനായി നമ്മുടെ ഒരു രേഖയുള്ളത് നമ്മുടെ ഉടമ്പടിയാണ്. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് ഉടമ്പടി മാത്രമാണ് ഞങ്ങളുടെ ഉറപ്പ്, ഞങ്ങളുടെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലുമില്ല. ഞങ്ങളെപ്പോഴെല്ലാം കടക്കാർ വന്ന് ഞങ്ങളോട് വഴക്ക് പിടിക്കുമ്പോൾ, ഞങ്ങളെ മോശമായി സംസാരിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ആകെയുള്ളത് ഞങ്ങളുടെ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി എന്ന് പറയുന്നതാണ് ഉടൻ പരിഹാരം. മാർട്ടിൻ്റെയും ഷൈനിയുടെയും ജീവിതത്തിൽ ദൈവം നൽകിയ ഉടൻ പരിഹാരത്തിന് ഇവരെന്ന് നന്ദി പറയുമ്പോൾ നമ്മുടെ എല്ലാ ഒറ്റപ്പെട്ട ജീവിതാവസ്ഥകളെയും നമ്മുടെ തകർച്ചകളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എവിടെയൊക്കെയാണോ നാം ഒറ്റപ്പെട്ട് കഴിയുന്നത് അവിടെയെല്ലാം നാം ഈശോയ്ക്ക് ഇത് കൊടുക്കാം. ഈശോയ്ക്ക് ആ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മെ എപ്പോഴും ഒരു വിമോചനത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് നൽകി അനുഗ്രഹിക്കും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഷൈനിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം.